നമസ്കാരം. ബോധിയുടെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ പ്രതിരോധത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്താണ് റെസിസ്റ്റൻസ് എന്നതിനെ പറ്റി പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് ദ കപ്പാസിറ്റി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് നോൺ ആസ് ദ റെസിസ്റ്റൻസ് അല്ലേ? ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതിയുടെ ഒഴുക്കിനെ തടയാനുള്ള ആ ചാലകത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രതിരോധം എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ജൂളിനെ പറ്റി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം അവിടെ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്, ടൈം ആണ്, അതുപോലെ വോൾട്ടേജ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജൂള് കണ്ടെത്തിയ ഇക്വേഷൻ അദ്ദേഹം എങ്ങനെ കണ്ടെത്തിയതിനെ പറ്റിയും നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നീട് റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഒരു ചാലകത്തിന്റെ നീളം, അതുപോലെ ഏരിയ, ടെമ്പറേച്ചർ, ആ ചാലകത്തിന്റെ നേച്ചർ. ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. R is equal to rho into L divided by E. പിന്നീട് നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു സർക്യൂട്ടിൽ നമുക്ക് ഓരോ ഡിവൈസിനും അതിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന ഓരോ ഘടകങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് ഒരു പക്ഷേ വ്യത്യാസമായിരിക്കും. അതിനെ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം എന്നതിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അവിടെ നമ്മൾ പറഞ്ഞത് റെസിസ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഘടകത്തിനും ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ റെസിസ്റ്റൻസിന്റെ രണ്ട് രീതിയിലുള്ള കണക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സീരീസ് കണക്ഷൻ, അതുപോലെ രണ്ടാമത്തത് പാരലൽ കണക്ഷൻ, ശ്രേണി രീതിയും സമാന്തര രീതിയും. പിന്നീട് ഞാൻ കുറെ ഫിഗേഴ്സ് തന്നിട്ട് അതിനകത്ത് ഓരോന്നും ഏതാണ് ശ്രേണി രീതി, ഏതാണ് സമാന്തര രീതി എന്നതിനെ പറ്റിയായിരുന്നു പറഞ്ഞു വന്നത്. ഇപ്പൊ നമ്മുടെ അവസാന ലെസണിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു ഫിഗർ തന്നിരുന്നു. ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട് അല്ലെ? അതിനുശേഷം ഞാൻ ഇവിടെ നിന്നാണ് എന്ത് ചെയ്തത്? ബാറ്ററി കണക്ട് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് ഈ ഫിഗർ തരുമ്പോൾ ഇവിടെ ബാറ്ററിയുടെ പടം വരയ്ക്കണം എന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യും, രണ്ട് ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാറ്ററിയുടെ ലൈൻ വരുന്നത് ഇവിടുന്നാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇതില് ഏതൊക്കെയായിരിക്കും ശ്രേണി രീതി, ഏതൊക്കെയായിരിക്കും സമാന്തര രീതി എന്നാണ് ചോദിച്ചത്. ഈ കേസില് ഇവിടെ ഇതും എന്താണ്, ശ്രേണി രീതിയിലാണ്. അതുപോലെ ഈ ഫിഗറും ഇതും എന്താണ്, ഈ രണ്ട് റെസിസ്റ്ററും എന്താണ്, ശ്രേണി രീതിയിലാണ്. ഇവ തമ്മിൽ എങ്ങനെയായിരിക്കും? ഇവ തമ്മിൽ പാരലായിരിക്കും. എങ്ങനെ? ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം. ഈ ഫിഗറിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെ? ഇതും എന്താണ്, ശ്രേണി രീതിയിലാണ്. അതുപോലെ ഇതും എങ്ങനെയാണ്, ശ്രേണി രീതിയിലാണ്. ഇവ തമ്മിൽ എങ്ങനെയാണ്, പാരലാണെന്ന് ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവും. ഈ രണ്ട് ഫിഗറും സെയിം തന്നെ അല്ലേ? ശരിയല്ലേ? ഞാൻ ഇതിന്റെ ടോപ്പിൽ പിടിച്ചെന്ന് വരച്ചു. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യും, ഇത് താഴോട്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഈ ഫിഗറിൽ കാണുന്ന പോലെ. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഇവിടെയും ഈ രണ്ട് റെസിസ്റ്ററും തമ്മിൽ സീരീസും ഇതും തമ്മിൽ സീരീസിലാണ്. ഇവ തമ്മിൽ എങ്ങനെയാണ്, പാരലാണ്. എന്തിനു നമ്മളിത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ റെസിസ്റ്ററിനെ നമ്മൾ സീരീസിലും പാരലിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതുപയോഗിച്ച് സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിന്റെ ഇക്വേഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ രണ്ട് റെസിസ്റ്റർ എടുത്തു. ഒന്നാമത്തത് R1, രണ്ടാമത്തത് R2. ഇതേത് കണക്ഷനിലാണ്? ഇത് ശ്രേണി രീതിയിലാണ് അല്ലെ? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് R effective is equal to R1 plus R2. ഇനി ഞാൻ ഒരു റെസിസ്റ്റർ ഇവിടെ വെച്ചാലോ, ഇവിടെ ഒരു R3 കൂടെ കണക്ട് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? R1 plus R2 plus R3 ആണെന്നാവും. അങ്ങനെ എത്ര റെസിസ്റ്റർ നമുക്കുണ്ടോ അതിനെ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രേണി രീതിയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ടെത്താനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഇക്വേഷൻ വരുന്നത് R effective is equal to R1 plus R2 plus R3 plus etc. ഓക്കെ. ഇനി നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത് പാരലാണ് സങ്കല്പിക്കുക, സമാന്തര രീതിയാണ് സങ്കല്പിക്കുക. ഒരു റെസിസ്റ്റർ എടുത്തു R1, അതുപോലെ വേറൊരു എടുത്തു ഇത് R2. ഇതിനെ എങ്ങനെ സമാന്തര രീതിയിൽ കണക്ട് ചെയ്യാം? ഇതിപ്പോ സമാന്തര രീതിയിലാണ് അല്ലെങ്കിൽ പാരൽ കണക്ഷൻ ആണ് അല്ലെ? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/R is equal to
1/R1 പ്ലസ് 1/R2 ആയിരിക്കും. ഞാൻ ഒരു റെസിസ്റ്റർ വെച്ചാലോ, ഇവിടെ ഒരെണ്ണം കൂടെ കണക്ട് ചെയ്യുകയാണ്. ഇതെല്ലാം പാരലല്ലേ, ഇത് R3. അങ്ങനെയെങ്കിൽ R1 പ്ലസ് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ R = നല്ല എഴുതിയേക്കുന്നത് 1/R = 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നാണ്. ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലോ എന്ത് ചെയ്യും? 1/R = 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് 1/R4 എന്നിങ്ങനെ പോകും. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലായി, നമുക്ക് ശ്രേണി രീതിയിൽ നമ്മൾ റെസിസ്റ്ററിനെ കണക്ട് ചെയ്തേക്കുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് R = R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര എന്നാണ്. സെയിം അതുപോലെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ 1/R = 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള ഫിഗേഴ്സ് ഞാൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണ്ടെത്താം. രണ്ടാമത്തെ കേസ് ഓക്കെ, നമ്മൾ ഇക്വേഷൻ പറഞ്ഞു വെച്ചു, R = R1 പ്ലസ് R2 പ്ലസ് R3. ഇതെങ്ങനെ കിട്ടി? അപ്പൊ നമുക്ക് അടുത്ത് അറിയേണ്ടത്, നമ്മുടെ ജൂൾ ഇക്വേഷൻ കണ്ടെത്തിയതുപോലെ നമ്മൾ H = I² RT ഇതുപോലെ ഇക്വേഷൻ നമ്മൾ എത്തിച്ചേർന്നു അല്ലേ? ആ ഇക്വേഷൻ എങ്ങനെ അദ്ദേഹം കണ്ടെത്തിയെന്നതിനെ പറ്റി നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇവിടെയും അറിയേണ്ടത്, ഈ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തി എന്നതിനെ പറ്റിയും നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലെസൺ നമ്മൾ പറയുന്നത് ഇതുപയോഗിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു, അവിടുത്തെ കൺസെപ്റ്റ് എന്താണ് എന്നതിനെ പറ്റിയും നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പ്രോബ്ലത്തിലേക്ക് പോവാം. നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മോട് ചോദിക്കുന്നത്, എൻ്റെ കയ്യിൽ 3 റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഈ 3 റെസിസ്റ്ററിനെ നമ്മൾ എടുത്തിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇതില് ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓം ആണ്, രണ്ടാമത്തത് 3 ഓം ആണ്, അടുത്തത് 5 ഓം ആണ്. ഇങ്ങനെ 2 ഓം 3 ഓം 5 ഓം റെസിസ്റ്ററുകളെ നമ്മൾ എടുത്തിട്ട് ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും, സഫല പ്രതിരോധം എത്രയായിരിക്കും? നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞേ? ശ്രേണി രീതിയിലാണെങ്കിൽ R = R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര. ഇവിടെ 3 എണ്ണേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? R = R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതിയാൽ മതി അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യും? ഇക്വേഷൻ എങ്ങനെ കിട്ടും? R1 എന്ന് പറയുന്നത് 2 ഓം ആണ്, അതുപോലെ R2 എന്ന് പറയുന്നത് 3 ആണ്, R3 എന്ന് പറയുന്നത് 5 ഓം ആണ് അല്ലെ? സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 2 + 3 + 5 എന്താണ്? 10 ഓം എന്ന് കിട്ടും. ശരിയാണോ? ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലംസ് തരാം. ഈ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ 2 റെസിസ്റ്റർ ഉണ്ട്. അതില് ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/3 ഓം. ഓക്കെ, അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2 ഓം. ഓക്കെ ആണോ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് R1 എന്ന് പറയുന്നത് 1 ഓം, R2 എന്ന് പറയുന്നത് 1/2 ഓം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, R1 R2 R3 ഉണ്ട്. R1 എന്ന് പറയുന്നത് 1/2 ഓം ആണ്, അതുപോലെ R2 എന്ന് പറയുന്നത് 3 ഓം ആണ്, R3 എന്ന് പറയുന്നത് 1/3 ഓം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. R1 എന്ന് പറയുന്നത് 1/3 ഓം, R2 എന്ന് പറയുന്നത് 0.5 ഓം. ഇപ്പോ ഞാൻ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോഴാ അതിന്റെ ആൻസറുകൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്, 2 റെസിസ്റ്ററുകൾ എടുത്തിട്ട് ഇത് R1 ഇത് R2. ഇത് ശ്രേണി രീതിയാണോ അതേ സമാന്തര രീതിയാണോ? നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം സമാന്തര രീതിയാണ് അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ ആണ്. ഇവിടെ ഒന്നാമത്തെ കേസിൽ ഇത് 2 ഓം ആണ്, രണ്ടാമത്തെ കേസിൽ ഇത് 3 ഓം. ഇനി ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറയുകയാണ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ പറയുന്നതനുസരിച്ചിട്ട് 1/R = 1/R1 പ്ലസ് 1/R2. ഇവിടെ 2 റെസിസ്റ്റൻസേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 1/R1 പ്ലസ് 1/R2 വരെ മതി. ഇനി നമ്മുടെ ഇക്വേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ കണ്ടെത്തി വയ്ക്കുന്നത് 1/R ആണ്.
അല്ലെ? ഇതിൽ നിന്ന് എനിക്ക് കണ്ടെത്തേണ്ടത് ആറാണ് ഈ കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം നോക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് 1/R1 പകരം 1/2 പ്ലസ് 1/3 അല്ലെ? ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ 3 + 2 5 ആണ്. 3/2 3 × 2 എന്താണ്? 6 ആണ്. സോ ഇവിടെ എനിക്ക് കിട്ടിയത് 1/R ആണ്. therefore R is equal to ഇതിനെ തിരിച്ചെഴുതുക എന്താണ്? 6/5. ശരിയല്ലേ? ഇതുപോലെ സെയിം ഇവിടെ നോക്കിയേ. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്തത് R1 + R2 അതുപോലെ R1 R2 എന്ന് എഴുതി വെച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം 1/R is equal to എന്താണ്? R1 + R2 / R1 R2. സെയിം എന്ത് ചെയ്തു? നമ്മൾ തിരിച്ചിട്ടപ്പോഴത്തേക്ക് therefore R is equal to R1 R2 / R1 + R2. സോ നമുക്ക് പറയാൻ സാധിക്കും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ 2 റെസിസ്റ്ററെ തന്നിട്ടുള്ളെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം 2 റെസിസ്റ്ററെ തന്നിട്ടുള്ളെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതിയാവും. R is equal to R1 R2 / R1 + R2. നോക്കിയേ, R1 എന്ന് പറയുന്നത് 2 ഓം ആണ്, R2 എന്ന് പറയുന്നത് 3 ഓം ആണ്. R1 R2 ആകുമ്പോഴത്തേക്ക് എന്താണ്? 2 × 3 6, R1 + R2 5 ഓം, 6/5. സെയിം തന്നെ അല്ലേ? ശരിയല്ലേ? ഇനി നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പറഞ്ഞു വെച്ചത് കുറേ ഫിഗേഴ്സ് തന്നിട്ട് അതിലെ സീരീസ് കണക്ഷൻ ഏതായിരുന്നു, അതുപോലെ പാരലൽ കണക്ഷൻ എന്താണ് എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഫിഗേഴ്സ് തന്നിട്ട് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടെത്താൻ നോക്കാം. നോക്കി, ഇവിടെ സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ? ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ എൻഡ് കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ ആണ് അല്ലെ? ഇതെല്ലാം തമ്മിൽ എങ്ങനെയാണ്? പാരലാണ്. ഇവിടുത്തെ കേസിൽ നമ്മോട് ചോദിച്ചേക്കുന്നത് എൻ്റെ 2 ഓം റെസിസ്റ്റർ ഉള്ള 4 റെസിസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാരലൽ രീതിയിൽ കണക്ട് ചെയ്തേക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമ്മൾ എങ്ങനെ ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് 1/R is equal to 1/R1 plus 1/R2 plus 1/R3 plus 1/R4 ഇല്ലേ? ഇവിടെ നമ്മുടെ കയ്യിൽ എത്ര റെസിസ്റ്റർ ഉണ്ട്? 4 റെസിസ്റ്റർ ഉണ്ട്. സോ എനിക്ക് 1/R1 plus 1/R3 plus R2 plus 1/R3 plus 1/R4 വരെ എഴുതിക്കേണ്ടി വരും ഇല്ലേ? ഇത് ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം 1/R1 plus 1/R2 ചെയ്യണം, അത് വെച്ചിട്ട് പ്ലസ് 1/R3 ചെയ്യണം, പ്ലസ് 1/R4 ചെയ്യണം, എല്ലാം സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നേക്കുന്ന റെസിസ്റ്റേഴ്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, ഇവിടെ 2 ഓം ആണ് തന്നേക്കുക, ഇത് 2 ഓം ആണ്, ഇത് 2 ഓം ആണ്, ഇതും 2 ഓം ആണ്. അങ്ങനെ തന്നിരിക്കുന്ന റെസിസ്റ്റേഴ്സ് സെയിം ആണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് R effective is equal to, അപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതിനെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നതിനെ പറ്റിയാണ് അല്ലേ? ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ തന്നിരിക്കുന്നതെല്ലാം സെയിം റെസിസ്റ്റർ ആണ്, അതെല്ലാം പാരലൽ കണക്ഷൻ ആണെങ്കിൽ, കണ്ടീഷൻ ഉണ്ട്, തന്നിരിക്കുന്ന റെസിസ്റ്റർ സെയിം ആയിരിക്കണം. ഇവിടെ തന്നേക്കുന്ന എല്ലാം 2 ഓം ആണ്, അതുപോലെ ഇത് തന്നേക്കുന്നത് പാരലൽ കണക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് R/N എടുത്താൽ മതിയാവും. ഇവിടുത്തെ R എന്ന് പറയുന്നത് 2 ഓം ആണ് അല്ലെ? ഇവിടുത്തെ N എന്ന് പറയുന്നത് എത്ര റെസിസ്റ്റർ ഉണ്ടെന്നാണ് N സൂചിപ്പിക്കുന്നത്. ഇവിടെ എണ്ണി നോക്കി, 1 2 3 4, നമ്മുടെ കയ്യിൽ 4 റെസിസ്റ്റർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 2/4 എന്ന് എഴുതാം, which is equal to 1/2 ഓം. ശരിയാണോ? ഇനി ഈ 4 റെസിസ്റ്ററിനെ ഞാൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തെന്ന് നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എനിക്ക് എഴുതാം R is equal to R1 plus R2 plus R3 plus R4 which is equal to 2 plus 2 plus 2 plus 2. അതിന് എന്ത് ചെയ്താൽ മതി? RN എന്ന് എടുത്താൽ മതി, NR which is equal to എന്താണ്? 4 × 2 എത്ര? 8 ഓം. ശരിയല്ലേ? ഇവിടെ സെയിം റെസിസ്റ്റർ ആണ്, അതുപോലെ എനിക്ക് തന്നേക്കുന്ന സെയിം റെസിസ്റ്റർ ആണ്, സീരീസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ എളുപ്പം കണ്ടെത്താൻ വേണ്ടിയിട്ട് NR എടുത്താൽ മതി. 4 നമ്പർ ഉണ്ട്, അതിന്റെ ഓം റെസിസ്റ്റർ എത്രയാണ്? 2 ആണ്. 4 × 2 എത്ര? 8 ഓം.
അപ്പോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഓം റെസിസ്റ്ററിനെ നമ്മൾ 4 എടുത്തിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തു. അവിടെ ഞാൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് 1/2 ഓം ആണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ 2 ഓം റെസിസ്റ്റർ പോലും എനിക്ക് കിട്ടിയില്ല. 2 ഓം ഉള്ള 4 റെസിസ്റ്ററിനെ ഞാൻ എടുത്തിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയത് 1/2 ഓം ആണ്. 2 ഓം പോലും കിട്ടിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും, പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ 2, 3, 5 ഇത്ര എണ്ണത്തിനെ എടുത്തിട്ട് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ആയിട്ടുള്ള 2നെ കാട്ടിയും ചെറുതായിരിക്കും. ശരിയല്ലേ? അതേ സമയത്ത് ഞാൻ സീരീസ് കണക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ആ കേസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുകയാണ് ചെയ്യുക. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രേണി രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എന്ത് ചെയ്യും? കൂടും. അതേ സമയത്ത് സമാന്തര രീതിയിലാണെങ്കിൽ അവിടുത്തെ സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ ഫിഗറിലേക്ക് പോവാം. കുറച്ച് ഫിഗേഴ്സ് തന്നിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി നോക്കാം. എൻ്റെ കയ്യിൽ 4 റെസിസ്റ്റർ ഉണ്ട്. ഞാൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ ഈ എൻഡ് നോക്കുക, ഇവിടെ വര കൊടുത്തതിന്റെ അർത്ഥം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാറ്ററി കണക്ട് ചെയ്യുക അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. ഇവിടെ 1 ഓം 1 ഓം അതുപോലെ 1 ഓം 1 ഓം. ഇവിടത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇവിടെ ഏതൊക്കെയാണ് ശ്രേണി രീതിയിൽ എന്നറിയണം, ഏതൊക്കെയാണ് സമാന്തര രീതിയിൽ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. കഴിഞ്ഞ ലെസൺ നമ്മൾ പറഞ്ഞ പോലെ ഈ കേസിൽ ഈ റെസിസ്റ്ററും എങ്ങനെയാണ്? ശ്രേണി രീതിയിലാണ്. ശരിയാണോ? സെയിം ഇതും എങ്ങനെയാണ്? ശ്രേണി രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം എന്നതിനെ പറ്റി നോക്കാം. നോക്കി, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും സോൾവ് ചെയ്യാം അല്ലേ. ഇത് രണ്ടും ശ്രേണി രീതിയിലാണ്. സോ എനിക്ക് എഴുതി വെക്കാം, ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് R = R1 + R2. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓം എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഈ കേസിലോ സെയിം, ഇവിടെ ശ്രേണി രീതിയിലാണ്. R = R1 + R2. ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ഓം + 1 ഓം = 2 ഓം. അപ്പൊ ഇവിടത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി, ഇവിടത്തെയും കിട്ടി. ഇവ തമ്മിൽ എങ്ങനെയാണ്? പാരലലാണ്. സോ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? ഇവിടെ നമ്മൾ എഴുതേണ്ടത് 1/R = ഇവിടത്തെ R1 എത്ര കിട്ടി? ടോട്ടല് 2 ഓം. 1/R1 1/2 + 1/2. ഇത് ചെയ്യാൻ എളുപ്പമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? R = R/n എടുത്താൽ മതി. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് അല്ലെ. ഇത് രണ്ട് ഡിഫറെന്റ് ആണ്. ഇവിടെ 2ഉം ഇവിടെ 3ഉം ആയിരുന്നെങ്കിൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ചെയ്യുമ്പോഴത്തേക്ക് 2/n എത്രയാണ്? 2 ഉണ്ട് അല്ലെ. 2 ഓം 2 ഓം. അപ്പോൾ n 2 ആണ് = 1 ഓം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പ്രോബ്ലത്തില് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫിഗേഴ്സ് തരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഏതാണ് ശ്രേണി രീതി, ഏതാണ് പാരലൽ രീതി, അല്ലെങ്കിൽ ഏതാണ് സമാന്തര രീതി എന്ന് അറിയണം. അതുപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാം, അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താം. ഇത് നിങ്ങൾ എത്രത്തോളം പ്രോബ്ലംസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതി വെച്ചു. നിങ്ങൾ കുറേ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വേറെ പ്രോബ്ലം നോക്കാം. ഈ കേസില് ഇത് 2 ഓം ആണ്, ഇത് 2 ഓം ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് 5 ഓം ആണ്. ഈ കേസില് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടെത്താം? ഇവിടെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏതാണ് പാരലൽ കണക്ഷൻ, ഏതാണ് സീരീസ് കണക്ഷൻ എന്നാണ്. നമ്മുടെ ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതും എങ്ങനെയാണ്? പാരലലാണ്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത് ചെയ്യാം. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 2 ഓം 2 ഓം തമ്മിൽ എന്താണ്? പാരലൽ കണക്ഷൻ ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് R effective = R/n. എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ എഴുതിയത്? ഇത് രണ്ടും സെയിം ആയതുകൊണ്ട്
അല്ലേ? സോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്? നമ്മൾ പറഞ്ഞു വെച്ചത് ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ എൻ ആണ് അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാൻ കാര്യം ഇവിടെ രണ്ടും സെയിം റെസിസ്റ്റർ ആയതുകൊണ്ടാണ്. ഇവിടെ 2 ഓമും 2 ഓമും ആണ് അല്ലേ? ഇത് രണ്ടും ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ 2 ഓമും 3 ഓമും ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടുത്തെ ആർ എഫക്റ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 1/R1 പ്ലസ് 1/R2 എന്ന് എഴുതിയിട്ട് വന്നേനെ. ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇക്വേഷൻ കൊടുക്കാം. റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് രണ്ട് സെയിം ആണ്, 2 ഓം. ശരിയാണല്ലോ? എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ രണ്ട് റെസിസ്റ്റർ ഉണ്ട്. സോ 2 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഓം. അപ്പൊ ഇത്രയും സ്ഥലത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആണെന്ന് എനിക്ക് കിട്ടി. നമ്മോട് ചോദിച്ചേക്കുന്നത് ഈ ഫിഗറിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുക. ഇവിടത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇത്രയും സ്ഥലത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ഓം ആണ്. ഇവിടത്തെ ഈ 1 ഓമും ഈ 5 ഓമും തമ്മിൽ എന്ത് കണക്ഷനിലാണ്? ഇവ തമ്മിൽ സീരീസിലാണ് അല്ലെ? ഈ ഫിഗർ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇവിടത്തെ 2 ഓമിന് പകരം അത് രണ്ടും കൂടെ ചേർത്തിട്ട് എനിക്ക് വേണമെങ്കിൽ 1 ഓം എന്ന് എഴുതാം. ശരിയല്ലേ? ഈ 5 ഓമും ഇവിടത്തെ 1 ഓമും തമ്മിൽ എന്താണ്? പാരലൽ സീരീസ് കണക്ഷൻ ആണ്. സോ ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 1 അല്ലെ? R1 പ്ലസ് R2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 6 ഓം. ശരിയാണോ? ഇനി നമുക്ക് മറ്റൊരു ഫിഗർ നോക്കാം. ഈ ഫിഗർ നമുക്ക് പരിചയമുള്ളതാണ് അല്ലെ? കഴിഞ്ഞ ലെസണിൽ ഈ ഒരു ഫിഗർ തന്നിട്ട് ഇതിൽ ഏതാണ് സീരീസ് കണക്ഷൻ ഏതാണ് പാരലൽ കണക്ഷൻ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഇവിടുത്തെ കേസിൽ ഞാൻ തരാൻ പോകുന്നത് ഇത് 1 ഓം ആണ്. ഈ കേസിൽ ഇത് 1 ഓം ആണ്. ഇനി ഇവിടെ ഇത് 3 ഓം ആണ്. ഇവിടത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇതിൽ ഏതാണ് സീരീസ് ഏതാണ് പാരലൽ, എവിടെ നിന്ന് നമ്മൾ സിംപ്ലിഫൈ തുടങ്ങണം അല്ലെ? ഈ കേസിൽ ഇത് രണ്ടും സീരീസ് കണക്ഷൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. സീരീസ് കണക്ഷൻ ആണെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഓം. ശരിയാണേ? ഇനി ഇവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസും ഇതും തമ്മിൽ എന്താണ്? പാരലൽ കണക്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R ബൈ N നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ഇവിടത്തെ 2 ഓമും ഇത് 3 ഓമും ആണ്, രണ്ട് ഡിഫറെന്റ് ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ 1/R1 പ്ലസ് 1/R2 തന്നെ എഴുതണം അല്ലെ? 1/R is equal to അങ്ങനെയെങ്കിൽ 1/R is equal to 1/R1 plus 1/R2 ആണ്, which is equal to 1/2 plus 1/3. എനിക്കിവിടെ എന്ത് ചെയ്യും? 1/R is equal to 5/6 എന്ന് കിട്ടും. Therefore R is equal to തിരിച്ചിടുക 6 divided by 5 ഓം. ശരിയാണേ? ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അത് സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം നോക്കി. ഇത് 1 ഓം ആണ്, ഇത് 2 ഓം, ഈ കേസിൽ ഇത് 1 ഓം, ഇത് 3 ഓം. അതുപോലെ ഇവിടെ ഞാൻ തന്നേക്കുന്നത് സെല്ലാണോ ബാറ്ററി ആണോ? ഇവിടെ രണ്ട് സെല്ലുണ്ട് അല്ലെ? ഇതൊരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. എന്തുകൊണ്ടാണ് ബാറ്ററി എന്ന് തന്നെ പറഞ്ഞേ? ഇവിടുത്തെ കേസില് സെല്ലെന്ന് പറയുന്നത് ഒരു സിംഗുലർ ഫോം ആണ് അല്ലെ? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് അതിനെ സെല്ലെന്ന് വിളിക്കാം. ഈ കേസില് രണ്ട് സെല്ലുണ്ട്, അങ്ങനെയെങ്കിൽ എനിക്ക് അതിനെ ഇത് വിളിക്കാം ബാറ്ററി എന്ന് വിളിക്കാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. ഇനി ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിന്റെ സഫല പ്രതിരോധം കണ്ടെത്തുക. ചെയ്യാലോ? ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്തണമെന്ന് നമുക്കറിയാം. അടുത്ത ബി പാർട്ടില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടത്തെ അമ്മീറ്റർ റീഡിങ് എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് അമ്മീറ്റർ ആണ് അല്ലെ? അമ്മീറ്റർ എന്ന് പറയുന്നത് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ അമ്മീറ്റർ റീഡിങ് എത്രയായിരിക്കും? അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് അമ്മീറ്റർ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് അറിയണം. അമ്മീറ്റർ ഉപയോഗിക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് കണ്ടെത്താനാണ് അല്ലെ? ഇതിന്റെ റീഡിങ് എത്രയായിരിക്കും? ഓംസിന്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് I is equal to V divided by R ആണ് അല്ലെ? വോൾട്ടേജ് നമുക്കറിയാം 12 വോൾട്ട്. ഇവിടുത്തെ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇവിടത്തെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ അമ്മീറ്റർ റീഡിങ് എത്രയായിരിക്കും? ഇത് സ്വന്തമായിട്ട് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, ഫിഗറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ കേസിൽ ഇത് 1 ഓം, ഇത് 3 ഓം.
ഇത് 4 ഓം, ഇത് 2 ഓം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. അതല്ലെങ്കിൽ ഈ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണ്ടെത്തുക. ബി പാർട്ടായിട്ട് ചോദിക്കുന്നത് ഇവിടെ 12 വോൾട്ട് ആണെങ്കിൽ സെയിം 12 വോൾട്ട് തന്നെ കൊടുത്തു. 12 വോൾട്ട് ആണെങ്കിൽ ഇവിടുത്തെ അമ്മീറ്റർ റീഡിങ് എത്രയായിരിക്കും? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ രണ്ടും സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും കളക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. പിന്നെ നമ്മളിവിടെ പറഞ്ഞു വെച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is equal to R1 plus R2 plus R3 plus etc. ആണ്. സെയിം പാരലൽ കണക്ഷൻ ആണെങ്കിൽ 1/R is equal to 1/R1 plus 1/R2 plus 1/R3 plus etc. അല്ലേ? പിന്നീട് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഒരേ റെസിസ്റ്റൻസ് തന്നെ ഒരളവുള്ള റെസിസ്റ്റൻസ് എടുത്തിട്ട് കുറേ നമ്പേഴ്സ് ഇവിടെ തന്നേക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഓം റെസിസ്റ്റർ ഉള്ള 10 എണ്ണം നമ്മൾ എടുത്തു. ഇതിനെ പാരലൽ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് സെയിം ആണ്, എത്ര എണ്ണം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് R effective is equal to R divided by N എന്ന് എടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം പാരലൽ കണക്ഷൻ ആയിരിക്കണം. പിന്നീട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് 1/R is equal to 1/R1 plus 1/R2 ആണ് പാരലൽ കണക്ഷന്റെ ഇക്വേഷൻ. രണ്ട് റെസിസ്റ്ററെ തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പ രീതിയിൽ എന്ത് ചെയ്താൽ മതി? R effective is equal to R1 R2 divided by R1 plus R2 എന്ന് ചെയ്താൽ മതി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ലെസൺ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ പറഞ്ഞു റെസിസ്റ്റർ സീരീസ് ആണെങ്കിൽ R is equal to R1 plus R2 plus R3 ആണെന്ന് പറഞ്ഞു. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? ഇത് എങ്ങനെ കണ്ടെത്തി വെച്ചു? അതുപോലെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ 1/R is equal to 1/R1 plus 1/R2 plus etc. എന്ന് പറഞ്ഞു. ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? അത് എങ്ങനെ കിട്ടി എന്നുള്ളതും അത് എങ്ങനെ ആ ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു എന്നതിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും വരെ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് പഠിക്കുക.